aspirants, നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ കഴിഞ്ഞു. ആസ് യു നോ, വണ്ടർഫുൾ റിസൾട്ട്സ് ആണ് സൈന്യത്തിലുള്ളത്. ആൻഡ് വി ആർ ഹിയർ ടു മീറ്റ് അവർ ടോപ്പർ 99.178% ഫസ്റ്റ് ഫേസിൽ വാങ്ങിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സമന്വയ് ഹരീഷ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. സോ ലെറ്റ് us see എങ്ങനെയാണ് സമന്വയ് ഈ പ്രിപ്പറേഷൻസ് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സോ സമന്വയ്, എക്സാമിനേഷൻ ഹാളിൻ്റെ സ്ട്രാറ്റജീസ് അറിയാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ സ്റ്റുഡൻസ്. അപ്പം ഫസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇംപ്രഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ഈസി ആയിട്ട് തോന്നിയോ? ഓ, എനിക്ക് 99% കിട്ടും, അതോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ, മോഡറേറ്റ് ആയിരുന്നു? എന്തായിരുന്നു തോട്ട് പ്രോസസ്? ആദ്യം തന്നെ 99 കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു. ഒരു മോഡറേറ്റ് എക്സാം തന്നെയായിരുന്നു. പിന്നെ ആദ്യം ഫിസിക്സ് ആണ് ചെയ്തത്, അത് കഴിഞ്ഞ് കെമിസ്ട്രി, അത് കഴിഞ്ഞ് മാത്സ്. ഈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഫിസിക്സിൽ 25 ചെയ്തു, അത് 25 കിട്ടി, അങ്ങനെ ചെയ്താണോ അതോ റീതിങ്ക് ചെയ്യേണ്ടി വന്നോ? അങ്ങനെ ഒരിക്കലില്ല. ഒരു 5 ക്വസ്റ്റ്യൻ പോലും ഒന്ന് വിട്ടിട്ട് ലാസ്റ്റ് റൗണ്ടിലേക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആ റിവ്യൂ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി അത് വീണ്ടും റീചെക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഏത് സബ്ജക്റ്റ് ആയിരുന്നു? സ്ട്രോങ് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയുടെ പെർസെന്റേജ് 99.96 ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര, അതായത് ഫുൾ മാർക്ക് വാങ്ങേണ്ട ഒരാളാണ്, പക്ഷെ 99.96% ആണ്. അത് എന്താണ് പറ്റിയെന്നുള്ളത് കൂടി ഇവിടെ ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ എനിക്ക് 10 ആൻസർ കിട്ടി. 10 തന്നെയായിരുന്നു ആൻസർ. 10.0098 ആയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ, ഡെസിമൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു 0 അധികം ഷിഫ്റ്റ് ചെയ്ത് പോയി. ഞാൻ 1 ആൻസർ കൊടുത്തു. അത് എസ്പെഷ്യലി ഇൻഡിജർ ടൈപ്പ് വരുമ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കെയർഫുൾ ആയിട്ട് വായിക്കാതെ പോകും. എനിക്കൊന്ന് സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും സജഷൻസ് ആയിട്ട് പറയുമ്പോൾ സമന്വയം എന്താ പറയാ? ഒന്ന് റഫ് ഷീറ്റ് നല്ലപോലെ ഉപയോഗിക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ റഫ് ഷീറ്റ് കുറച്ച് അതായത് റഫ് ഷീറ്റ് അവർ ആക്ച്വലി നമുക്ക് തരിക ഒരു സെറ്റ് ഓഫ് പേപ്പർ ആയിരിക്കും തരിക. അത് വളരെ വൃത്തിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ബോക്സ് വരച്ചിട്ട് ഓരോ ക്വസ്റ്റ്യന് അങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നി, പക്ഷെ ഞാൻ എല്ലാം കൂടെ റാൻഡമായി ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചില ചോദ്യങ്ങൾ അങ്ങനെ നമുക്ക് പ്രശ്നം വന്നു. ഇപ്പൊ സെക്കൻഡ് ഫേസിലേക്ക് ഒരു കുട്ടി പോകുമ്പോഴേക്ക്, ഇപ്പൊ എക്സാമിനേഷൻ ഹാളിൽ ചെയ്യുമ്പം ഫസ്റ്റ് ഫേസിൽ വന്ന പ്രധാനപ്പെട്ട മെജോറിറ്റി സ്റ്റുഡൻസിന്റെയും ഒരു പ്രോബ്ലം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു ഭയങ്കര ടഫായിരുന്നു, കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. എങ്ങനെയാണ് സമന്വയ് ഇപ്പോൾ ഒരു എക്സാമിനേഷൻ ഹാളിൽ, ലൈക്ക് ഹൗ വെർ യു പ്രിപ്പയർഡ്? എക്സാമിനേഷനിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം? ആദ്യം തന്നെ എല്ലാം കിട്ടണമെന്നില്ല. എനിക്ക് തന്നെ ഒരു ഈസി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കുറേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, പക്ഷെ പെട്ടെന്ന് അത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പാനിക് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ വെച്ചു. പിന്നെയും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അത് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയില്ല. അപ്പോൾ അത് വിട്ടു. ലാസ്റ്റിലൊരു 10 മിനിറ്റ്സ് ഉള്ളപ്പോൾ ആ 2 ക്വസ്റ്റ്യനും കിട്ടിയത്. അപ്പം ആക്ച്വലി ഇറ്റ് ഹാപ്പൻസ് ടു എവ്രിബഡി. അത് നമ്മളിപ്പോൾ എത്ര ഫുൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ആ ഒരു സിനാരിയോയിലെ എക്സാമിനേഷൻ ഹാളിൽ വെച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരാം. അത് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പിന്നീട് വന്ന് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ കമ്മിങ് ടു ഇപ്പം ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലൊക്കെ വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി കുറെ കൂടി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തി ഈസി സ്കോറിംഗ് സബ്ജക്റ്റുകളായിട്ട് JEE മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റും. സമന്വയുടെ ഫിസിക്സ്, കെമിസ്ട്രിയുടെ പാറ്റേൺ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പഠിച്ചത്? ലൈക്ക് ലാസ്റ്റ് മന്തിൽ എങ്ങനെയാണ് ഇത് ഇത്രയും സ്ട്രോങ് ആക്കിയത്? അത് PYQ ചെയ്യാന്നല്ലായിരുന്നു. ഫിസിക്സിൽ മിക്കവാറും എൻ്റെ വന്ന് തൊട്ടിട്ടുള്ള PYQ മിക്കവാറും ചെയ്തിരുന്നു. റീസെന്റ് PYQ ചെയ്തിരുന്നു. കെമിസ്ട്രിയിലെ ഫുൾ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. പക്ഷെ കെമിസ്ട്രിയിൽ NCERT സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ DPP ആയാലും അതിൽ തന്നെ ഉണ്ടായിരുന്നു. മിക്കവാറും കെമിസ്ട്രിയിൽ വന്നത് അത് തന്നെയായിരുന്നു. ഈ 99% എത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നിയിരിക്കുന്ന ഫാക്ടർ എന്താണ്? DPP ഉണ്ടായിരുന്നു, പിന്നെ NCERT തന്നെയായിരുന്നു. DPP അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻ, DPP ഡയറക്റ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അനലിറ്റിക്കൽ P ബ്ലോക്ക് പോലെയുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ പൊതുവെ ആൾക്കാർ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അത് സ്കിപ്പ് ചെയ്യരുത് എന്ന് കൂടി ഈ വർഷത്തെ എക്സാമിനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബീങ് എ കെമിസ്ട്രി ടീച്ചർ, എപ്പോഴും നമ്മളടുത്ത് കുട്ടികൾ ചോദിക്കുന്നതാണ്, കെമിസ്ട്രിയിൽ ബാക്കി സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക്, എൻ്റെ 3 ഡിഫറെൻറ്റ് സ്ട്രീംസ് ആണ്, ഒരേപോലെ അല്ല നമ്മൾ എഴുതുക. അപ്പം എങ്ങനെയാണ് സമന്വയം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ വാട്ട് ആർ ദി ടിപ്സ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു അതേഴ്സ്? ഇപ്പോൾ ഇൻഓർഗാനിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് NCERT തന്നെയാണ്. NCERT ലൈബ്രറിയിലെ വായിക്കുക, അതേ ചോദിക്കാറുള്ളൂ. ഇൻഓർഗാനിക് തന്നെ ഔട്ട് ചോദിക്കാൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമൊക്കെ നമുക്ക് അതൊന്ന് കാണാൻ പറ്റും. D ബ്ലോക്ക് ഒക്കെ തന്നെ വായിക്കുക തന്നെയാണ് ഉള്ളത്. ഓർഗാനിക് പിന്നെ കൺവേർഷൻസ് ചെയ്ത് പഠിക്കുക തന്നെ. അത് പിന്നെ ഒന്നും മാറിപ്പോകാൻ പാടില്ല. റിയേജൻസ് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകൾ, ഓക്സിഡൈസിങ്, റെഡ്യൂസിങ് ഒക്കെ വരുമ്പോഴേക്ക് അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഫിസിക്കലിന്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയ തെറ്റെന്നെ
കെയർലെസ് മിസ്റ്റേക്ക് അത് ലാസ്റ്റ് വരെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്റീരിയർ ടൈപ്പിൽ തന്നെ കുറെ വലിയ നല്ല ഹെക്ടിക്കായ കാൽക്കുലേഷൻസ് ഉണ്ടാവും, അതൊന്ന് ചെയ്ത് നോക്കുക. ഞാനത് mistake ചെയ്തിരുന്നു. അതെ, നമ്മൾ ഇപ്പൊ ഇക്വിലിബ്രിയം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിർത്താതെ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻസ് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് തന്നെയാണ് സമന്വയം നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സമന്വയ സെക്കൻഡ് ഫേസിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുവരെ പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഒന്ന് ഫിസിക്സിന്റെ കുറച്ച് ചാപ്റ്റേഴ്സിന് NCERT വായിക്കാന്ന് ഉള്ള ഒരു ഇതുണ്ട്. കാരണം ഫിസിക്സിൽ എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു തെറ്റിയത്, പ്രോബ്ലംസ് അതൊരു വലിയൊരു ഹൈലൈറ്റ് ആയി അല്ലേ? ഫിസിക്സിൽ 99% മാർക്കുള്ള ആളാണ്, അപ്പൊ ഫിസിക്സിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ തെറ്റി എന്നാ പറയുന്നത്, വിച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കൊന്ന് റീഡിങ് ഹാബിറ്റ് വളരെ എസെൻഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നു. ഫിസിക്സിലും അത് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും ടിപ്സ്? പിന്നെ ഫിസിക്കലിന്റെ ഈ കാൽക്കുലേഷൻസ് ഒന്ന് സ്ട്രോങ് ആക്കണമെന്നുണ്ട്. യെസ്. പിന്നെ ഇൻഓർഗാനിക് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. സെറ്റ് ആക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫേസ് 2 വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുക. അതേപോലെ ആയിരിക്കണം നിങ്ങളും പോവേണ്ടത്. കഴിഞ്ഞു പോയിരിക്കുന്ന എക്സാമിനേഷൻ ഹാളിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു JE ആസ്പിരന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ഒരേത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരും ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട്. നമുക്ക് സമന്വയയുടെ കുറെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെഷനിൽ കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സമന്വയ്, താങ്ക് യു വെരി മച്ച്, ഓൾ ദി ബെസ്റ്റ്.